ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൽ നമ്മളിന്നൊരു കല്യാണത്തിന് തൃശ്ശൂർ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതേ പുറപ്പെട്ടുട്ടാ. ഞങ്ങൾ 12:40 ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോകുന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂടാ. നന്ദും കുഞ്ചൂസ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ട്രെയിൻ കിട്ടുമെന്നൊന്നും അറിയില്ല, നോക്കണം അവിടെ പോയിട്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത്. കുഞ്ചൂസ് പെട്ടി എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കച്ചറയിട്ടാ. നമ്മളൊരു ഓട്ടോക്ക് കൈ കാണിച്ചു, പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ വരില്ല എന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ട് ഞങ്ങളിത് നടക്കുകയാണ്. കുറച്ച് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ വണ്ടി കിട്ടും, നോക്കാം. വേണ്ട, കുഞ്ചൂസിന് ഞങ്ങളവിടെ വഴി നിർത്തിയിട്ട് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ എടുക്കാൻ പോകട്ടെ. എന്താണെന്നറിയോ, ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞേടാ, ഇന്ന് വണ്ടി വെച്ചിട്ട് നമ്മൾ നാളെ വണ്ടി എടുത്താൽ 100-200 രൂപ കൊടുക്കണം. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ ചിലർ 120, ചിലപ്പോൾ 130 മേടിക്കും, ചിലർ 150 മേടിക്കും. ഇവിടുത്തെ വണ്ടിയല്ല, ടൗണിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി സത്യം ഭയങ്കര പൈസയായില്ലേ. 200 അവിടെ കൊടുക്കണതിനെക്കാട്ടി ഇരട്ടി പൈസയായി. അപ്പോൾ ഞാൻ പിന്നെ കുഞ്ചൂസിനോടെ വഴി നിർത്തി, വെട്ടി വലിച്ച് പോകണ്ടേ. പിന്നെ ഓട്ടോക്കാരനോട് നമ്മൾ കൈ കാണിച്ചപ്പോൾ പുള്ളി നിർത്തിയിട്ടില്ല വണ്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അറിയാത്തൊരു വഴിക്കാണ് നന്ന് കൊണ്ടുപോകട്ടോ, കാരണം ഞാൻ ഈ വഴിക്കൊക്കെ ആദ്യമായിട്ടാണ്. ഞാൻ അറിയാത്തൊരു ഇടവഴിയാണ്, വിരുതി കൂടിയാണ് വരേണ്ടത്. ഞങ്ങൾ വണ്ടി എടുക്കാൻ പോകണം. എന്തൊരു മണ്ടത്തര, ഞങ്ങളുടെ സമയം അത്രയും പോയി. പക്ഷെ 2 മണിക്കാണ് ട്രെയിൻ കാണിക്കണല്ലേ, 2 മണിക്കല്ലേ സമയമുണ്ട്. സമയം ഇപ്പോൾ 2:05 സമയമുണ്ട്. 12:50 ആവണേ ഉള്ളൂ. ക്യാമറ റെഡിയാണോ നോക്കി? പക്ഷെ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രസ്സ് കാണിച്ചു കൊടുക്കുന്നത്, ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടാൻ പോകുന്നത്. ഇത് നന്ദുവിൻ്റെയാണ്, നന്ദുവിൻ്റെ ബനിയൻ പാൻറ് എൻ്റെത്. മനസ്സിലായി, പാൻറ് എൻ്റെതാണ്. ബനിയൻ നന്ദുവിൻ്റെ 5 സ്ലീവ് ബനിയനാണ്. ഇതിൻ്റെ ബാക്കിൽ വർക്കൊക്കെ ഉണ്ട്, കണ്ടതിൽ എനിക്കറിയില്ല, എനിക്ക് കാണുന്നില്ല. എന്തായാലും പോകുമ്പോൾ പാൻറ് ബനിയനിട്ട് പോകണമെന്നില്ല. വേറെ ഒന്നല്ല, സമാധാനമായിട്ടൊക്കെ ഒന്ന് നടക്കാനാണ്. അല്ലാണ്ട് വലിച്ചാരി പ്രത്യേകിച്ച് ഈ ചൂടത്ത് പറ്റില്ല. ഇത് ശരിക്കും ഇങ്ങനെ കാണൂലല്ലേ. ഓക്കെ, അപ്പം അമ്മ ഇങ്ങോട്ട് വാമാടുന്ന്. വേറെ എന്തെങ്കിലും എടുക്കാൻ മറന്നു പറഞ്ഞിട്ട് ശരിക്കും വന്നാൽ മതിയായിരുന്നു അല്ലേ. ശരിക്കും ആ വെയിലത്ത് നടന്നിട്ട് ദാഹിച്ചു അതിലേക്ക് കൊള്ളാം. അത് വായിച്ചു കുടിച്ചത് അതിൻ്റെ അകത്ത് തന്നെ എടുത്തോ. വേണ്ട, ഇവിടുന്ന് കഴിക്കോ. അത് എനിക്കില്ലേ, ദാഹം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ദാഹം വന്നാൽ ഇങ്ങനെ വായിച്ചു കുടിക്കണം. അപ്പോഴേ ദാഹം മാറും. അതിൽ കൂട്ടട്ടെ. കുഞ്ചൂസിനൊരു കുപ്പി വെള്ളം എടുത്താലോ? എടുത്തു. നല്ല ദാഹം ഉണ്ടാവും. കുഞ്ചൂസിന് ഗിഫ്റ്റ് കിട്ടിയിട്ട് അവരെ സ്കൂളിൽ നിന്ന്. എന്തിൻ്റെ ക്ലാസ്സിൽ പോയതാ ആർക്കറിയാ? അല്ല, അവൻ ഒരു ക്ലാസ്സിൽ പോലില്ലേ, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പറയാൻ മറന്നു. അതിന് മുടങ്ങാതെ പോണ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കുഞ്ചൂസിന്. നല്ല ഇഷ്ടപ്പെട്ടു ഈ കുട്ടിയുടെ കളറ്.
ഓ കറക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ നാളെ വരും വന്ന് കഴിഞ്ഞാൽ എടുത്ത് കളയരുത് എന്ന് വെച്ചാൽ അപ്പം എന്തായാലും പോകാം നമുക്ക്. വിചാരിച്ചതാ പിന്നെ ഇവിടുന്ന് വണ്ടി വിളിച്ച് പോകുമ്പോ 150 130 മേടിക്കും. അവിടെ വെച്ചാല് അത്ര പൈസ വരില്ല. അപ്പൊ അതിന് നല്ല വണ്ടി അവിടെ വെച്ച് പോണതല്ലേ. അപ്പൊ ഞാൻ രണ്ടാമത് വണ്ടി എടുക്കാൻ വന്നു. പെട്ടിയുള്ളതിനെ കൊണ്ടേ ഒരാളെ കൈ കാണിച്ചപ്പോ അയാൾ കൊണ്ടുപോയില്ല, പോണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് വണ്ടി എടുത്ത് പോവാ, അവിടെ എത്താൻ മതിയല്ലോ. വേം പോട്ടെ, അത് എനിക്ക് ഇത് വൃത്തിയാക്കുമ്പോ കിട്ടിയതാ. ആ വേ എടുക്ക്, അതുകൊണ്ടാണ് ഞാൻ തൊടാണ്ട് വെച്ചേ. ഗേറ്റ് വിട്ടിട്ടുണ്ടോ? സൂര്യമ്മ തന്നെ അതാ പെട്ടി പൊക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ നടു എല്ലാം കൂടി ഒളുക്കി കെടുക്കാനാണ് വെറുതെ ഈ കഴപ്പൊക്കെ കാട്ടുന്നത്. പൊക്ക് വീഡിയോ എടുക്കാൻ മാത്രം. വെള്ളം കുപ്പി എടുത്താ അമ്മ ഏതോ വണ്ടീൻ്റെ ഇത് ഊരി പൊളിക്കണം. ഒരുപാട് ഞാൻ അല്പം മീനെടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മുടെ ഈ ഒരു പെട്ടി കൈകാര്യം ചെയ്തത് കുഞ്ചൂസാട്ടാണ്. ഇത് വാങ്ങി വെച്ചിട്ട് 2-3 കൊല്ലം കഴിഞ്ഞു പെട്ടി. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴാണ് ഈ പെട്ടി ഉപയോഗിക്കണേട്ടാ. നല്ല യാത്രയായിരുന്നു. പണ്ട് ഞാൻ ഈ 2 പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം പിള്ളേർ 2 1.5 വയസ്സിന് വ്യത്യാസമുള്ളൂ, 2 കുഞ്ഞ്. പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ പിടിക്കണം, കുട്ടികളെ നോക്കണം. യാത്ര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കല്യാണം പുറപ്പെടുകയാണ്. ഗുരുവായൂർക്ക് നമ്മളിവിടുന്ന് വണ്ടിയിൽ എല്ലാവരും കൂടി പോകും കേട്ടോ. അപ്പോൾ ഇത് പെൺകുട്ടി പോണ കാറ്. നമുക്ക് ശബ്ദം ഒന്ന് കുറയ്ക്കടാ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാരി അല്ല വിചാരിച്ചത്, ഞാൻ വേറൊരു ഡ്രസ്സാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഒട്ടും പാകമല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ചേച്ചി എനിക്കൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാരിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ബ്ലൗസ് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൗസ് അമ്മയുടേതാണ്. എന്നാലും എങ്ങനെയൊക്കെ സെറ്റാക്കി. ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു താലികെട്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെത്തിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരുപാട് കല്യാണ പെൺകുട്ടി എന്ത് സിമ്പിളാല്ലേ, നല്ല രസമില്ലാളൊക്കെയാണ്. ആൾ ഭയങ്കര ക്യൂട്ടാട്ടോ, നല്ല കുട്ടിയാണ്. ഇവർ 2 പെൺകുട്ടികളാണ് മേമയ്ക്ക്. മൂത്ത മോളാണ് നീല, ചെറിയ വാവ, പിന്നെ ഒരാളും കൂടി ഉണ്ട് LKG-ലാണെന്ന് തോന്നുന്നു പഠിക്കുന്നത്.
അപ്പോൾ ഇവർ 2 പെൺകുട്ടികളാണ്. അപ്പോൾ രണ്ടാമത്തെ മോളുടെ കല്യാണമാണ്. സിമ്പിളായൊരു കല്യാണം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. 30-ാം തീയതി മാർച്ച് 30-ാം തീയതി ആയിരുന്നു കല്യാണം കേട്ടോ, ഞായറാഴ്ച. എനിക്കിത് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത കാരണം കൊണ്ടാണ് തിരക്കായിട്ട്. അപ്പോൾ നല്ല ഒരുപാട് കല്യാണങ്ങളുണ്ടായിരുന്നു അന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ആ ഒരു സംഭവം മാത്രമേ എൻ്റെ ഒരു ആഗ്രഹത്തിൽ നടന്നിട്ടുള്ളൂ കേട്ടോ. താലികെട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എന്ത് തിരക്കല്ലേ നോക്ക്. പിന്നെ ഞങ്ങൾക്ക് ഈ ദിവസം ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടിയില്ല എല്ലാവരും കൂടിയിട്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ. പിന്നെ അച്ചുവിന് അങ്ങനെ, അച്ചുവിന് നമ്മൾ വീട്ടിൽ വിളിക്കണതാണ്, കല്യാണ പെൺകുട്ടിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അച്ചുവിന് അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല. അതേപോലെ തന്നെ അവളെ ചെക്കൻ്റെ അവർക്കും ഇവർ ഓവർ മേക്കപ്പ് ചെയ്യണമെന്നും ഇഷ്ടമല്ല. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള കല്യാണമാണ്. ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളായിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യമാണ് ആലോചിച്ചിരുന്നത്. നന്ദു ശബ്ദം കുറയ്ക്കടാ. ഞങ്ങളുടെ എല്ലാ കല്യാണങ്ങൾക്കും നടന്നിട്ടുള്ള കല്യാണങ്ങൾക്കൊക്കെ അമ്മ ഭയങ്കര ടെൻഷനായിരുന്നു. അമ്മ കയ്യിലുള്ളതിനെക്കാട്ടും കൂടുതൽ ചിലവാക്കിയിട്ടൊക്കെ കുറച്ചും കൂടി ആർഭാടാക്കിയിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത്രയും ടെൻഷനുണ്ടായിരുന്നു കല്യാണത്തിനും കല്യാണം കഴിഞ്ഞിട്ടും ഒക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ മേമയ്ക്കൊന്നും അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം അവരെ കയ്യിലുള്ള എന്താണോ വെച്ചിട്ട് കടന്നാക്കാതെ, പിന്നെ കല്യാണമാണെങ്കിലും അത്ര സിമ്പിളായിട്ട് നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ. മൂത്ത മോളുടെ കല്യാണത്തിനും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതും നല്ല കല്യാണമായിരുന്നു. പിന്നെന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് ഒരു കല്യാണം കൂടാൻ പോയത്. പിന്നെ ഞാനും മക്കളും കൂടിയിട്ട് തൃപ്രയാർ റൂം എടുത്തിട്ട് താമസിച്ചേടാ. വീട്ടിലൊന്നും പോയില്ല. പിന്നെ അതുപോലെ മേമയുടെ വീട്ടിൽ തിരക്കാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തലേദിവസം പോയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോഴത്തേക്കും ഞങ്ങൾ റൂമൊക്കെ എടുത്ത് സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു തലേദിവസം നമ്മൾ വീട്ടിൽ പോയത്. അപ്പോൾ പിന്നെ റൂം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഞാനിവരെ വീട്ടിൽ ഫുള്ള് തിരക്കാമെന്ന് വിചാരിച്ചു, കല്യാണ വീടല്ലേ. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, വേണ്ടപ്പെട്ട വളരെ കുറഞ്ഞ ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു. വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും കണ്ടമാനം ആളുകളൊന്നുമില്ല. വേണ്ടപ്പെട്ട അത്യാവശ്യം ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നാലും നല്ല കല്യാണം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കല്യാണം. പിന്നെ എന്താ, അച്ഛനും നല്ല ഭംഗിയുണ്ടായിരുന്നു മാറ്റിയിട്ട്. ഞങ്ങളതിൻ്റെ മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ കുറച്ച് മുമ്പ്. അതുപോലെ അമ്മയുടെ 41-നൊക്കെ പോയ സമയത്ത്, അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മേമയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ അച്ഛനെയാണ് ഞാൻ എപ്പോഴും ഓർക്കുക. അയ്യോ, അച്ഛന് ഇത്രയും പെട്ടെന്ന് കല്യാണ പെണ്ണായല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴേ. അപ്പോൾ എന്തായാലും എനിക്ക് കല്യാണം ഇഷ്ടപ്പെട്ടു. പിന്നെ 2 ആളും നല്ല ജോഡി. പിന്നെന്താ പറയുക, പിള്ളേരും ഭയങ്കര ഹാപ്പി. എൻ്റെ മക്കളും ചേച്ചിയുടെ മക്കളൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത്. എന്താണെന്നറിയില്ല കേട്ടോ, അന്നേരത്തെ ഫോട്ടോസൊക്കെ അടിപൊളിയായി. പിന്നെ എൻ്റെ സാരി എൻ്റെ അടുത്ത് ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ സ്റ്റാറ്റസിൽ കണ്ടിട്ട് തന്നെ ചിലരൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ കല്യാണത്തിന് സിമ്പിളായിട്ട് ഇങ്ങനെ സാരി കൊടുത്തു പോയത്. പിന്നെ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ചെക്കനും പെണ്ണൊക്കെ ആയിട്ട് ഞങ്ങൾ നേരത്തെ ഹാളിലേക്കൊക്കെ വന്നു. പിന്നെ ചെക്കനും പെണ്ണൊക്കെ എത്തിയ സമയത്ത് അവരെ അകത്തോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ താലൊക്കെ എടുക്കും. പിന്നെ അളിയനെ സ്വീകരിക്കുക. അപ്പോൾ മാമൻ്റെ മോനാണ്. ഞങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു മാമനേ ഉള്ളൂ. മൂത്ത മാമൻ മരിച്ചുട്ടാ. 2ാമത്തെ മാമൻ്റെ മോനാണത്. യദു കൃഷ്ണൻ അവൻ്റെ പേര്. അപ്പോൾ അവനാണ് അളിയനെ സ്വീകരിക്കുന്നത് മാലിട്ടിട്ട്. പിന്നെ ഞങ്ങൾ താലൊക്കെ എടുക്കാൻ വന്നു കേട്ടോ. എനിക്ക് ചിരി വന്നു, കാരണം ചെറിയ പിള്ളേരൊക്കെയാണ് താലെടുക്കാൻ നിർത്തുക. ഞാനും ചേച്ചിയും പിന്നെ വേറെ ചേച്ചിമാരൊക്കെ ഉണ്ട് താലെടുക്കാനായിട്ട്. കുഞ്ഞു കുട്ടികളൊന്നും അങ്ങനെ അധികം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ സമയമായപ്പോൾ പിന്നെ എല്ലാവരും ഞങ്ങൾ താലെടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തു. അങ്ങനെ പറയണോ എത്രാമത്തെ വേണം അത് തീരാത്ത എന്തൊരു കഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതിന് ചോറ്
തിരക്കൊക്കെ കഴിഞ്ഞ് ഞാനെടുത്ത വീഡിയോ കേട്ടോ ഞാനിത്. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു, മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു, ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പ്രാവശ്യം വെള്ളം വന്ന് കുടിക്കും, അങ്ങനെ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു, നല്ല ചൂടല്ലേ, അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുടിച്ചിട്ട് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ നല്ല അടിപൊളി സദ്യ കഴിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂരത്തെ സദ്യ അത് അടിപൊളിയാണ്, അതിന് വേറെ പ്രത്യേകിച്ച് മാറ്റി പറയാനൊന്നുമില്ല. അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. ഞാനിവിടുന്ന് കല്യാണത്തിന് പോയി അവിടെ എത്തിയതിന് ശേഷമൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് രാവിലെ മുതൽ പറയുന്നുണ്ട് നല്ല സദ്യ ആയിരിക്കും, എനിക്ക് സദ്യ കഴിക്കാനുള്ള, ഞാൻ ആ ഒരു സദ്യ കഴിക്കാനുള്ള വെയിറ്റിങ്ങിലാണെന്ന്. അത്രയും ഞാൻ ആഗ്രഹിച്ച് കൊതിച്ച് പോയതാട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു സദ്യ കഴിക്കുന്നത്. അവിടുത്തെ സാമ്പാറൊക്കെ ഒരു നല്ല അടിപൊളി ടേസ്റ്റാണല്ലോ. പായസം 2 ഐറ്റംസ് ഉണ്ടായിരുന്നേ. ഗോതമ്പിൻ്റെ പായസം ഉണ്ടായിരുന്നു, പാലട പായസം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത്, ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഗോതമ്പ് പായസം കേട്ടോ. മറ്റേത് കുടിക്കുമ്പോൾ ഒരു മടുപ്പ് പോലെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ സദ്യ അടിപൊളിയാണ്. പപ്പടം ചേച്ചി അവിടെ നിന്നൊക്കെ എനിക്ക് പറക്കിട്ടെന്നാണ്, പിള്ളേരതും ഒക്കെ ഇട്ടെന്നാണ്. ഞാൻ അത്രയും പപ്പടം കഴിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ തന്നെ പായസം പപ്പടം കൂട്ടി കഴിക്കാൻ പോകുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കഴിക്കേണ്ടത്. സമയമില്ലായിരുന്നു, ഒന്നും കൂടി എനിക്കിങ്ങനെ സമയമെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും എനിക്ക് കുറേ ടൈം വേണം, കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുക. അതെന്ത് ചെറിയൊരു കടി കഴിക്കുകയാണെങ്കിലും എനിക്ക് കുറേ സമയം എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ കഴിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്നവരൊക്കെ അധികവും പേര് എണീറ്റ് പോയിട്ടാണ്. ഞാൻ മാത്രം ഏകദേശം ലാസ്റ്റായി. ചേച്ചിയൊക്കെ എണീറ്റു, പിന്നെ അവർ അപ്പുറത്തെ ഇതൊക്കെ മടക്കി, ആ ഷീറ്റൊക്കെ മടക്കി. ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്താ അവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് എണീറ്റത്, കംപ്ലീറ്റ് കഴിച്ചിട്ടാണ് എണീറ്റത്. അപ്പം ഞാൻ വീണ്ടും നമ്മൾ ഫുഡിൻ്റെ മുമ്പുള്ള ഭാഗം ഞാൻ വീണ്ടും എടുത്തിട്ടേക്കാണ്. വേറെ ഒന്നുമല്ല, എനിക്കിത് അവസാനിപ്പിക്കാനുള്ള ഭാഗങ്ങളൊന്നും പിന്നെ വേറെ കാണുന്നില്ല. പിന്നെ വീഡിയോ പിന്നെയും ലെങ്ത് ആവും, വീഡിയോസ് എന്തൊക്കെയുണ്ട് ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്നു കേട്ടോ. റൂം എടുത്ത് താമസിച്ചു. പിന്നെ നമ്മൾ അന്ന് ഇങ്ങോട്ട് റൂം വെക്കേറ്റ് ചെയ്ത് പോരുക ചെയ്തത്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇത്രയേ ഉള്ളൂ, ബായ്.